Hi, Namaste. Welcome back to my channel WinTrader. മാർക്കറ്റ് ഏതും ആയിക്കൊള്ളട്ടെ, കറക്റ്റ് എൻട്രി, കറക്റ്റ് ടൈമിൽ, കറക്റ്റ് ബ്രേക്കൗട്ട് പോയിന്റ് വെച്ചിട്ട് നമുക്ക് എടുക്കാമെന്നുള്ള വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സ്കാൽപ്പിംഗ് ആവട്ടെ, ഇൻട്രാഡേ ആവട്ടെ, പൊസിഷണൽ സ്ട്രാറ്റജി ആവട്ടെ, എങ്ങനെ നമുക്കൊരു കറക്റ്റ് ബ്രേക്കൗട്ട് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് ട്രേഡ് ചെയ്യാമെന്നുള്ള സക്സസ്ഫുൾ ആയിട്ടൊരു ട്രേഡ്, അതായത് നമുക്ക് മാർക്കറ്റ് റിവേഴ്സ് പോകുന്ന പോയിൻ്റൊക്കെ പിടിച്ചെടുക്കാൻ പറ്റുന്ന ഏരിയ, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ സോഫ്റ്റ്വെയറിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്മുടെ സോഫ്റ്റ്വെയറിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 8 സ്ട്രാറ്റജി കിട്ടും, 2 സ്കാനും കിട്ടും. അപ്പോൾ ഇത് മുമ്പും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ആക്ച്വലി ലൈവ് ഡെമോൺസ്ട്രേഷൻ, ഫ്രീ ലൈവ് ഡെമോ ഇവിടെ നിന്ന് അവൈലബിൾ ആണ്. അതായത് സോഫ്റ്റ്വെയർ എങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ലൈവായിട്ട് സോഫ്റ്റ്വെയർ കാണാനും നിങ്ങൾക്ക് ട്രേഡ് എടുക്കാനുമുള്ള ഒരു അവസരം നമ്മുടെ സോഫ്റ്റ്വെയറിൽ തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിന് വേണ്ടി എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത്, അതായത് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ വെബ്സൈറ്റും നമ്മുടെ ടെസ്റ്റിമോണിയൽസും ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഒരു ലൈവ് സെക്ഷൻ ട്രേഡ് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മാർക്കറ്റും ഉണ്ട്. ഫോറക്സിൻ്റെ ഗോൾഡ് ഉണ്ട്, അതേപോലെ തന്നെ സിൽവറിൻ്റെ സ്കാൽപ്പിംഗ് സ്ട്രാറ്റജി ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ പൊസിഷണൽ സ്ട്രാറ്റജി കാണിച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റോക്കിൽ ഇന്ന് നമുക്ക് സോഫ്റ്റ്വെയർ തന്ന ബ്രേക്കൗട്ട് ട്രേഡുകൾ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലും ഇന്ന് നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടി എന്നുള്ളതും കൂടെ ഞാൻ ഇന്നത്തെ മാർക്കറ്റിൽ കാണിച്ചു തരാം. അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണാം. ഇതിലും കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോൾ ചെയ്യും. ടൈം വേസ്റ്റ് ചെയ്യാതെ ഡയറക്റ്റായിട്ട് കോൾ ചെയ്യുക. ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് സിൽവറിൻ്റെ സ്ട്രാറ്റജിയാണ്, സ്കാൽപ്പിങ്ങിൻ്റെ. അപ്പം ഞാൻ വെച്ചിരിക്കുന്ന ടൈം ഫ്രെയിം 5 minutes ആണ്. ഇപ്പം നടക്കുന്ന ലൈവ് മാർക്കറ്റാണ്. അപ്പം ഇപ്പം നോക്കുകയാണെങ്കിൽ ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്ന സ്ട്രാറ്റജി 8.1 ആണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഇതിനകത്ത് ഇപ്പം ഇവിടുന്ന് മാർക്കറ്റിൽ നിന്ന് ഡേ ബ്രേക്കർ ലൈനിൽ മാർക്കറ്റ് ഓപ്പൺ ആയി. റെഡ് കളർ ഡൗൺ ആരോ സെൽസിക്കിൽ വന്നത് അപ്രോക്സിമേറ്റ് നിങ്ങൾക്ക് നോക്കണം 9.5-നാണ്. അതിൻ്റെ എൻട്രി പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ്, തേർഡ് ടാർഗറ്റ്, സ്റ്റോപ്പ് ലോസ്. അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം മേളിലും താഴെയായിട്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. എത്ര ഫസ്റ്റ് ടാർഗറ്റിൽ എക്സിറ്റ് ചെയ്യണോ, സെക്കൻഡിലോ തേർഡിലോ എക്സിറ്റ് ചെയ്യണോ, നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് സ്മോൾ പ്രോഫിറ്റ് മതിയെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ടാർഗറ്റിൽ എക്സിറ്റ് ചെയ്യാം. അല്ല കുറച്ചുകൂടെ നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കാൻ താല്പര്യമുള്ള സെക്കൻഡോ തേർഡോ നിങ്ങൾ കൊടുത്ത് നമുക്ക് ക്യാൻഡിൽ, അതായത് നമ്മുടെ സോഫ്റ്റ് റെഡ് കാണിച്ചിരിക്കുന്നിടത്തോളം നമുക്ക് ആക്ച്വലി പൊസിഷൻ ഹോൾഡ് ചെയ്ത് വെക്കാം. അപ്പം സ്കാൽപ്പിങ്ങിൽ നമ്മുടെ കമ്മോഡിറ്റിയിൽ സെറ്റ് ചെയ്യേണ്ട ടൈം ഫ്രെയിം 5 minutes ആണ്. ഇൻട്രാഡേക്ക് നമ്മൾ 15 minute ആണ് ഉപയോഗിക്കുന്നത്. 5 minutes നമ്മൾ എടുക്കുകയാണ് സ്കാൽപ്പിങ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സിഗ്നൽസ് ഒരു സിഗ്നൽ നമ്മുടെ സോഫ്റ്റ്വെയർ തന്നു കഴിഞ്ഞാൽ അതിനകത്ത് അലേർട്ട് മെസ്സേജ് ആയിട്ട് ഈ ബെൽ സൗണ്ട് എഫക്റ്റോടുകൂടി അലേർട്ട് മെസ്സേജ് തരുന്നതോടൊപ്പം ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് മേലിലും താഴെയായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഇതിനകത്ത് സെല്ല് കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് ആണ് മേളിലും താഴെയും കൊടുത്തിരിക്കുന്നത്. പക്ഷേ സിഗ്നൽസ് വന്നു, ഡയറക്റ്റ് എൻട്രി എടുത്തു, അങ്ങനെയല്ല നമ്മുടെ സോഫ്റ്റ്വെയറിൽ ചെക്ക് ചെയ്യേണ്ട കുറച്ച് കൺഫർമേഷൻ ലെവൽസ് ഉണ്ട്. 3 കൺഫർമേഷൻ ലെവൽ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ക്യാൻഡിൽ കളർ റെഡ് വരണം, താഴെയും റെഡ് വരണം, സെൽസ് ഓൺ വരണം. ഇത് 3 ഓക്കെ ആണെങ്കിൽ അടുത്ത ക്യാൻഡിൽ എടുക്കാം. പക്ഷേ ചില കണ്ടീഷൻസിൽ നിങ്ങൾ ആക്ച്വലി സപ്പോർട്ട് ലെവലും കൂടെ ബ്രേക്ക് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ആക്യുറസിയാണ്. പ്രത്യേകിച്ച് ഗ്യാപ് ഡൗൺ ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ. ഇപ്പോൾ ഇന്നലെ ക്ലോസ് ചെയ്ത ലെവലിൽ നിന്ന് ഒരുപാട് താഴ്ത്തിറങ്ങിയിട്ടാണ് ഇന്ന് ഗ്യാപ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ആയത്. പക്ഷേ നമ്മൾ സെക്കൻഡ് ക്യാൻഡിൽ ഇതേപോലെ കൺഫർമേഷൻ ആയി എന്ന് പറഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി അവിടെ നിന്ന് കുറച്ച് റിവേഴ്സ് പോയിട്ട് തിരിച്ചിറങ്ങുള്ളൂ. അപ്പം ചെറിയ എസ് എൽ ഒക്കെ കൊടുക്കുന്നവർക്ക് പെട്ടെന്ന് എസ് എൽ ഹിറ്റ് ആവാനുള്ള ചാൻസ് ഒക്കെ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആക്ച്വലി എപ്പോഴും ആ ഗ്യാപ് ഡൗൺ ഗ്യാപ്പ് അപ്പ് വരുമ്പോൾ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയർ കൺഫർമേഷൻ ഈ ലെവലിൽ നിന്ന് താഴത്തോട്ട് കിട്ടിയിട്ടുണ്ട്. താഴത്തെ വോളിയം ബാർ ഇവിടെ റെഡ് ആയിട്ടുണ്ട്, മേളിൽ ക്യാൻഡിൽ കളർ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ആക്ച്വലി സെക്കൻഡ് ക്യാൻഡിൽ എടുത്തിരുന്ന് നമുക്ക് ആക്ച്വലി ഒന്ന് പുൾ ബാക്ക് അടിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് അവിടെ പ്രോപ്പർ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് എൻട്രി എടുക്കാമെന്ന്, അവിടെ നേരെ ഹൈക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് എൻട്രി എടുത്ത് ഇവിടെ എക്സിറ്റ് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റാണ്. അവിടെ നിന്ന് കുറച്ചൊന്ന് പുൾ ബാക്ക് ഇറങ്ങി പിന്നെ എഗെയിൻ. അപ്പോൾ രാവിലെ എൻട്രി മിസ്സായവർക്ക് നമുക്ക് രണ്ടാമത് ഈ ഒരു പോർഷനിൽ പിന്നെയും എൻട്രി കിട്ടിയിട്ടുണ്ട്. ആ പോർഷൻ തന്നെ അപ്രോക്സിമേറ്റ് 12.5 കഴിഞ്ഞിട്ട് 74,880 ബ്രേക്കൗട്ട് പോയത് നേരെ താഴ്ത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും സെല്ല് തന്നെയാണ്. നമുക്ക് ആക്ച്വലി ഹോൾഡ് ചെയ്ത് വെക്കാൻ നല്ലൊരു പോർഷൻ ഇപ്പോഴും 421 പോയിൻ്റാണ് ഡൗൺ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അതേപോലെ തന്നെ നമുക്ക് ആക്ച്വലി നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഫോറക്സിൻ്റെ ഗോൾഡിനും ഇതേ സെയിം മാതിരിയാണ്. പക്ഷേ ടൈം ഫ്രെയിം വെച്ചിരിക്കുന്നത് ഞാനിവിടെ 15 minute ആണ്. കാരണം ഫോറക്സിൽ എപ്പോഴും 15 minutesന് മേലുള്ള ടൈം ഫ്രെയിംസ് കുറച്ചുകൂടെ സെറ്റ് ചെയ്യുന്നത് ഇൻട്രാഡേക്ക് നല്ലതാണ്. 5 minutes സെറ്റ് ചെയ്യാനുള്ള സ്കാൽപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് 5 minutes യൂസ് ചെയ്യുന്നത്. 5 minutes നമുക്ക് ട്രേഡ് ചെയ്യാം. പക്ഷേ എപ്പോഴും അത് എല്ലാ സിഗ്നൽസും അതിന് സക്സസ്ഫുൾ ആവത്തില്ല. ഇതേപോലെ ബ്രേക്കൗട്ട് പോയതിന് ശേഷം എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആക്യുറസി ലെവൽ കൂടും.
അപ്പോൾ ഇന്നത്തെ ലെവൽ നോക്കുകയാണെങ്കിൽ ഇന്നലെ വന്ന ആക്ച്വലി ഇന്നലെ ക്ലോസിങ്ങിൽ 12 മണിക്ക് വന്ന സെല്ലിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ ഇന്ന് രാവിലെ സപ്പോർട്ട് കൺഫർമേഷൻ വന്ന് സപ്പോർട്ട് ബ്രേക്ക് ചെയ്തേക്കുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ 1964 ബ്രേക്കൗട്ട് പോയത് നേരെ ഇപ്പോഴും മാർക്കറ്റ് ഇറങ്ങിക്കൊണ്ടിരിക്കും 55. അപ്പോൾ ടോട്ടൽ 11 പോയിൻറ്റ്സോളം മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട്. നല്ല പ്രോഫിറ്റ് ലെവൽ നമുക്ക് ഇതിൽ നിന്ന് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഇതേപോലെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻട്രാഡേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് 5 മിനിറ്റാണ് ടൈം ഫ്രെയിം സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ SRFിൻ്റെ മൊമെൻറ്റിൽ 1 സൈഡ് മൊമെൻ്റ് ആയിരുന്നു. ഇന്നലെ വന്ന ബൈസിക്കിളിൽ മാർക്കറ്റ് കണ്ടിന്യൂ ആയിട്ട് രാവിലെയും ബൈ കണ്ടിന്യൂ പൊസിഷൻ പോയി റെസിസ്റ്റൻസ് പ്രോപ്പറായിട്ട് ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. 217 ബ്രേക്ക് പോയത് നേരെ ഹൈക്കാണ് പോയിരിക്കുന്നത്. ടോട്ടൽ 81 പോയിൻറ്റോളാണ് പ്രോഫിറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ നമുക്ക് ആക്ച്വലി 5 മിനിറ്റ് സെറ്റ് ചെയ്ത ഇൻട്രാഡേക്ക് 50 മിനിറ്റ്സ് നമുക്ക് ആക്ച്വലി BTSTക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അതേപോലെ തന്നെ 30 മിനിറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആക്ച്വലി 1 വീക്ക് ഒരാഴ്ചയ്ക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ 1 ഹവർ സ്വിംഗ് ട്രേഡിങ്ങിന് നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന 1 ഹവർ ടൈം ഫ്രെയിമാണ്. അപ്പം ബാക്കിയുള്ള 4 ഹവർ നമുക്ക് കുറച്ചുകൂടെ ലോങ് ടേമിലേക്ക് നമുക്ക് ആക്ച്വലി ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് ഇതിനെ സഹായിക്കും. അപ്പോൾ 5 മിനിറ്റ്സ് ആണ് നമുക്ക് എപ്പോഴും ഇൻട്രാഡേക്ക് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ ഞാനിപ്പം ACCയുടെ മൊമെൻ്റൊക്കെ ഡയറക്റ്റായിട്ട് ഇപ്പം കാണിച്ചിട്ട് അതേപോലെ ഡോക്ടർ റെഡ്ഡി കുറച്ച് ദിവസമായിട്ട് ഡോക്ടർ റെഡ്ഡിയൊക്കെ നല്ലൊരു ബൈ ട്രെൻഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതുപോലത്തെ പൊസിഷൻസൊക്കെ നമുക്ക് നല്ലപോലെ ഹോൾഡ് ചെയ്ത് സ്വിംഗ് ട്രേഡിങ്ങിനൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്ന 1 ഹവറിൻ്റെ ടൈം ഫ്രെയിം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി നല്ലൊരു പ്രോഫിറ്റ് ലെവൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൽ ഡോക്ടർ റെഡ്ഡിക്ക് ഞാൻ 1 അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് ഡോക്ടർ റെഡ്ഡിയിൽ ആക്ച്വലി ബൈസിക്കിൾ വന്നത് അപ്രോക്സിമേറ്റ് 1 അവർ ടൈം ഫ്രെയിമിൽ നമുക്ക് 17-ാം തീയതി വന്ന ബൈസിക്കിളാണ്. 12/15 അതിൻ്റെ ബൈ വന്ന് 5206 ഇപ്പോൾ 5654 ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ 449 പോയിൻറ്റ്സോളം അപ് ട്രെൻഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ നല്ലൊരു പ്രോഫിറ്റ് ലെവൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം വെക്കേണ്ട ടൈം ഫ്രെയിം വളരെ സിമ്പിളാണ്. 1 ഹവറാണ് നമ്മൾ ആക്ച്വലി വെക്കുന്നത്. 1 അവർ ടൈം ഫ്രെയിം നമ്മൾ വെക്കുന്നത് സ്വിംഗ് ട്രേഡിങ്ങിനാണ്. അപ്പോൾ ഒരാഴ്ച ഹോൾഡ് ചെയ്യണമെങ്കിൽ 30 മിനിറ്റ്സ് നമുക്ക് വെക്കാം. അതേപോലെ തന്നെ 15 മിനിറ്റ്സ് ആണ് BTSTക്ക് വേണ്ടി യൂസ് ചെയ്യാം. 5 മിനിറ്റ്സ് ആണ് നമുക്ക് ഇൻട്രാഡേക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ നോക്കുകയാണെങ്കിൽ നല്ലൊരു ബൈ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ലാസ്റ്റ് ക്ലോസിങ്ങിൽ സെല്ലും ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ അഡാനിയിലാണെങ്കിലും 2 സ്ഥലത്തെ ട്രേഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ബൈയും സെല്ലും. ഇപ്പോൾ രാവിലെ മാർക്കറ്റ് സെല്ല് വന്ന് സപ്പോർട്ട് ഇവിടെ ബ്രേക്ക് ചെയ്ത് താട്ടിറങ്ങി. അത് കഴിഞ്ഞ് ബൈ വന്ന് ബൈയും 3 ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. സെയിം ഇതേപോലെ തന്നെ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ രാവിലെ ഒരു സെൽ ട്രേഡ് ഉണ്ടായിരുന്നു. രാവിലെ ഒരു നല്ലൊരു ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ബൈ കൺഫേം ആയിരുന്നില്ല. അപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൻ്റെ ഒരു ചെറിയ കൺസോൾട്ടേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിഫ്റ്റി കാണിച്ചു തരാം. നിഫ്റ്റിക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിക്ക് ഇന്ന് ഒരു സെൽ ട്രേഡ് ഉണ്ടായിരുന്നു. പക്ഷേ മാർക്കറ്റിന് അത്രയ്ക്ക് അങ്ങോട്ട് ഡൗൺ പോയിട്ടില്ല. പക്ഷേ എന്നാലും ഒരു കൺസോൾട്ടേഷനാണ്. സോഫ്റ്റ് തന്ന സെല്ല് കൺഫേം ആയത് നമുക്ക് ആക്ച്വലി താഴോട്ട് വന്നിട്ടാണ്. അപ്പോൾ അതൊക്കെ പുൾ ബാക്ക് അടിച്ചിട്ടാണ് പിന്നെ ഇറങ്ങിയിട്ട്. അപ്പോൾ ചെറിയൊരു പോയിന്റ് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞൊരു നല്ലൊരു പ്രോഫിറ്റ് ലെവൽ ബുക്ക് ചെയ്തിറങ്ങാമെന്ന് പറഞ്ഞാൽ ഇനി അത് സാധിച്ചിട്ടില്ല. ചെറിയ സ്കാൽപ്പ് ചെയ്ത് നമുക്ക് എക്സിറ്റ് ചെയ്യാം. ആ ഒരു പോയിന്റ് നമുക്ക് ഇന്നത്തെ നിഫ്റ്റി ലഭിച്ചിട്ടുണ്ട്. കൺസോളേഷൻ ആയിരുന്നു മാർക്കറ്റ് മുഴുവൻ. അപ്പം ഇത് നിങ്ങൾക്ക് ലൈവിൽ ചെക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. ഓപ്ഷൻസ് ആണെങ്കിലും നമുക്ക് കമ്മോഡിറ്റി ആണെങ്കിലും സ്റ്റോക്ക് ലിസ്റ്റ് ആണെങ്കിലും എല്ലാ മാർക്കറ്റിലും ഒരു ലൈവ് ഡെമോ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ആ ലൈവ് ഡെമോ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി നിങ്ങൾ ഡയറക്റ്റായിട്ട് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. 8139039994 Seema. താങ്ക് യു.